വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥനും അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഏറ്റവും പുതുതായി എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പക്ഷേ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് ഇരുവർക്കും ലോക്കപ്പിൽ കഴിയേണ്ടി വരില്ല, ജയിലിൽ കഴിയേണ്ടി വരില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അനൂപ് ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കേസിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം KK ഗോപിനാഥനും അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മനു, 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് KK ഗോപിനാഥന്റെയും ND അപ്പച്ചന്റെയും അറസ്റ്റ് അല്പസമയം മുൻപ് ബത്തേരി പോലീസ് രേഖപ്പെടുത്തിയത്. KK അബ്ദുൾ ഷരീഫ് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘം ഇതുവരെയും അവരെ തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇതിനിടെ ഇവരുടെ വീടുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും DCC ഓഫീസിലും വരെ തിരച്ചിൽ നടത്തുകയും റെയ്ഡ് നടത്തുകയും അനുബന്ധ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്യുകയും മറ്റും അന്വേഷണ സംഘം ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അത് അനുവദിച്ച് കൊണ്ട് പ്രധാനമായി നിർദ്ദേശിച്ചത് 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരാകണം എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം തുടർച്ചയായി രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഇവർ ബത്തേരി ഡിവൈഎസ്പിക്ക് മുൻപാകെ ഹാജരായത്. ഇവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു. പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നത്രയും വിവരങ്ങൾ ശേഖരിച്ചു. വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അക്കാര്യവും കോടതിയുടെയും മറ്റും അനുമതിയോടുകൂടി അത്തരം നടപടികളിലേക്കും പോലീസ് കടക്കും. ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി ഈ അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ ആത്മഹത്യാ കുറിപ്പും അനുബന്ധ സംഭവങ്ങളിലും വെളിപ്പെടുത്തലുകളുമെല്ലാം ഉള്ള വിശദാംശങ്ങളാണ് പ്രധാനമായും ഇവരോട് പോലീസ് ചോദിച്ചറിഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടത് പല പണമിടപാടുകൾക്കും തന്റെ സ്ഥലം ഈടുവെച്ചതും KK ഗോപിനാഥനും ND അപ്പച്ചനും പണം വാങ്ങിയതും മറ്റുമുള്ള പരാമർശങ്ങൾ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇവരോട് ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം ഇവർക്കറിയുന്ന ബത്തേരി ബാങ്കിലെ സഹകരണ ബാങ്കുകളിലെ മറ്റ് നിയമന ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ചോദിച്ചറിഞ്ഞു. ഏതായാലും അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണമാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയും മാറ്റിയിരുത്തിയും പോലീസ് ചോദിച്ചറിഞ്ഞത്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഈ വിധത്തിൽ തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യലിന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഇരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം DCC ഓഫീസ് പരിശോധനയ്ക്ക് പോലീസ് എത്തിയപ്പോൾ ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ വരെ ഇദ്ദേഹത്തെ പോലീസ് കൊണ്ടുവന്നാണ് DCC ഓഫീസ് പരിശോധിച്ചത്. DCC ട്രഷറായിരുന്ന കാലത്ത് NM വിജയൻ ഇടപെട്ട അല്ലെങ്കിൽ NM വിജയൻ ഒപ്പിട്ട രേഖകൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ, മിനിറ്റ്സ് രേഖകൾ തുടങ്ങിയവയെല്ലാമാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത്. ND അപ്പച്ചനൊപ്പം പോലീസ് എത്തി. ഏതായാലും ആ വിധത്തിൽ വലിയ വ്യാപകമായ തിരച്ചിലുകൾ KK ഗോപിനാഥന്റെ വീട്ടിലും മുൻ ബാങ്ക് ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടി വരും. കാരണം മുൻകൂർ ജാമ്യം കിട്ടിയ സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു വലിയ ആഹ്ലാദം നമ്മൾ കണ്ടതാണല്ലോ. ഈ കേസ് ഒഴിവായി പോയി എന്ന രീതിയിൽ ആഹ്ലാദമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യം എന്നത് നിയമപരമായ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ നടപടികളിലേക്ക് ഈ കേസ് കടക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അനൂപ്, ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ ആത്മഹത്യയിൽ അതേ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലാകുന്നത്. അതെ മനു, വളരെ ആകസ്മികമായിരുന്നു, അല്ലെങ്കിൽ അസാധാരണമായിരുന്നു NM വിജയന്റെ മരണം. അതേ തുടർന്നും ഉണ്ടായിട്ടുള്ള വലിയ സംഭവവികാസങ്ങൾ നാം കണ്ടതാണ്. NM വിജയൻ ആത്മഹത്യാ കുറിപ്പിൽ തന്റെ നേതാക്കൾക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് എഴുതി വെച്ച് ഒപ്പിട്ട് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്നാണ് വലിയ സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യഘട്ടത്തിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ ഇതിനെ അവഗണിച്ചുവെങ്കിലും മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തുവെങ്കിലും അനുദിനം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ മരണത്തെ പിന്നിൽ അല്ലെങ്കിൽ മരണത്തെ തുടർന്ന് ഉയർന്നു വന്നത്. പലരും പല രീതിയിൽ വെളിപ്പെടുത്തലുകൾ നടത്തി. NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകളും അനുബന്ധ രേഖകളുമാണ് ആ ഘട്ടങ്ങളിലെല്ലാം പുറത്തു വന്നത്. ഏതായാലും ആ മരണത്തിന് ശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം ആത്മഹത്യാ കുറിപ്പ് ലോകം കണ്ടു. ആ കത്തിൽ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ തന്റെ തന്നെ നേതാക്കൾ ഏതു വിധത്തിൽ ഈ ആത്മഹത്യക്ക് കാരണമായി എന്നുള്ളതാണ്. IC ബാലകൃഷ്ണനെതിരെയും ND അപ്പച്ചനെതിരെയും KK ഗോപിനാഥിനെതിരെയും മുൻ DCC പ്രസിഡന്റ് KL പൗലോസിനെതിരെയും എല്ലാം ഈ ആത്മഹത്യാ കുറിപ്പിൽ വിശദമായ പരാമർശിച്ചിട്ടുള്ള കുറിപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ പരാമർശിക്കുന്ന പേരുകൾ പരാമർശിച്ചിട്ടുള്ള സംഭവങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും അതെല്ലാം ബത്തേരി അർബൻ ബാങ്കിൽ അല്ലെങ്കിൽ ബത്തേരിയിലെ വിവിധ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ വലിയ അഴിമതികൾ സംബന്ധിച്ചുകൂടിയുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. താൻ ഇടനിലക്കാരനായി നിന്ന് വലിയ തുക ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങിച്ച്
നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഉദ്യോഗം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജോലി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ തന്റെ മേൽ ഈ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും താൻ ഈ പണത്തിനെല്ലാം ബാധ്യതക്കാരനായി മാറുകയാണ് എന്നും മറ്റുമുള്ള വിവരങ്ങൾ ആ കത്തിൽ പരാമർശിക്കുന്നു. അത് മാത്രമല്ല ഈ ബത്തേരി BJP ഭരിച്ചിരുന്ന ഒരു ബാങ്ക്, സഹകരണ ബാങ്ക് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ഡയറക്ടർക്ക് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ബാധ്യത അത് പലിശ സഹിതം 62 ലക്ഷം രൂപയായി മാറി എന്നുൾപ്പെടെയുള്ള വലിയ ഗുരുതരമായ കാര്യങ്ങളായിരുന്നു ആ കത്തിൽ ഏതായാലും ഇപ്പോൾ അറസ്റ്റ് എന്ന അനിവാര്യതയിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ND അപ്പച്ചൻ വയനാട് DCC അധ്യക്ഷനാണ്. വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഒപ്പം തന്നെ KK ഗോപിനാഥൻ, അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺഗ്രസ് നേതാവ്. NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും അറസ്റ്റിലായിരിക്കുന്നത്. ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെ നാളെ മുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. ഏതായാലും ഈ കേസിന്റെ സംഭവ വികാസങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഈ മുൻകൂർ ജാമ്യം കിട്ടി എന്നതുകൊണ്ട് കേസ് അവസാനിച്ചു എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വലിയ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നിർണായകമായ ഘട്ടങ്ങളിലേക്ക് കേസ് പ്രവേശിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇരുവരുടെയും അറസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.